ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവെ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. ബറൂഖ് 6:6. ഈ ഒരു സാഹചര്യം നമുക്കറിയാം. ഇസ്രായേൽ ജനം ജീവിച്ചിരുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ഒരു പ്രതിമയെ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയെ ആരാധിക്കാൻ പറയുന്ന ഒരു സാഹചര്യമാണിത്. നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ ഭീഷണി കൊണ്ടോ സാഹചര്യം കൊണ്ടോ ദൈവത്തെ മാറ്റി നിർത്തി മറ്റുള്ളവരെ കുമ്പിടാൻ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അനുദിനം നമ്മൾ ദൈവത്തെക്കാൾ ഉപരി എന്തിനെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണ് എന്ന് മനസ്സിലാവും. ആ നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൃദയത്തിൽ നിങ്ങൾ പറയണം, കർത്താവെ, ഞങ്ങൾ അങ്ങയെയാണ് ആരാധിക്കേണ്ടത്, എന്തെന്നാൽ അവിടുന്ന് ദൈവമാണ്. 2 കാര്യങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തിൽ പറയേണ്ടത്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്നാണ്. ഫോളോ ചെയ്യുമ്പോഴാണ് ഈശോയെ ആരാധിക്കുന്നത്. ബാക്കിയുള്ളത് സ്തുതിയോ പ്രാർത്ഥനയോ മറ്റെന്തെങ്കിലും ഒക്കെയായി അത് അവസാനിക്കും. നമ്മൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒന്നിനെ പോലെ അതിനോട് ചേരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന എല്ലാ പ്രവൃത്തികളുമാണ് ആരാധന എന്ന് പറയുന്നത്.